നമുക്ക് നോർമൽ സൈസ് പോളറോയിഡ്സ് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ സൈസ് വരുന്നത് ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 7 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ക്യാൻവ മാത്രം യൂസ് ചെയ്താൽ മതി. ഈ ഒരു പോളറോയിഡ്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. മറ്റേ പിക്സാർട്ട് ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇതിൽ ക്യാൻവ മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കാണാം ഡോക്യുമെൻറ്റ് A3 എന്ന് പറഞ്ഞിട്ട്. ഒരു A3 ഷീറ്റിലേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ A3 ഡോക്യുമെൻറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും നമുക്കൊരു ഡോക്യുമെൻറ്റ് കിട്ടും. അങ്ങനെ ഇതിൽ ഡോക്യുമെൻറ്റ് A3 എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ടെംപ്ലേറ്റിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ പേജിലേക്ക് പോകും. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു A3 ഡോക്യുമെൻറ്റിൽ ഒരു A3 ഷീറ്റിൽ എങ്ങനെ 20 പോളറോയിഡ്സ് സെറ്റാക്കാമെന്നാണ് നോക്കുന്നത്. അതാണ് ഒരു നോർമൽ സൈസായിട്ട് വരുന്നത് പോളറോയിഡ്സിൻ്റെ. നമ്മളെടുത്ത പേജ് A3 തന്നെയാണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മുകളിലുള്ള ആ ഒരു 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ കാണാം മുകളിൽ A3 ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ A3 ഡിസൈൻ എന്ന്. പിന്നെ അടിയിലുള്ള ഈ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് പോളറോയിഡ് ഫ്രെയിംസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കുറേ പോളറോയിഡ് ഫ്രെയിംസ് കാണാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഫസ്റ്റ് കാണുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മളെടുത്ത് ആ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ ഞാൻ 20 പോളറോയിഡ്സാണ് സെറ്റ് ചെയ്യുന്നത്. അത് നീളത്തിൽ 5 എണ്ണം, വീതിയിൽ നോക്കുമ്പോൾ 4 എണ്ണം, അങ്ങനെ 4x5 ടോട്ടൽ 20 എണ്ണമാണ് ഞാൻ ഇവിടെ സെറ്റാക്കാൻ പോണത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇവിടെ എടുത്ത ഫ്രെയിമിൻ്റെ സൈസ് ഒന്ന് കുറച്ചെടുക്കണം. അപ്പോൾ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ ഒരു റൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ ഓർ സൂം ഔട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഏകദേശം നമുക്ക് ഒരു 4 എണ്ണം വെക്കാൻ പറ്റും തോന്നുന്ന ആ ഒരു സൈസ് എത്തുമ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ആ രണ്ടാമത്തെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുക. അങ്ങനെ 4 എണ്ണം വെച്ചതിന് ശേഷം അടിയിൽ കാണുന്ന ആ ഒരു മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിലുള്ള സെലക്ട് മൾട്ടിപ്പിൾ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ 4 എണ്ണം ഒന്ന് സെലക്ട് ചെയ്തിട്ട് തൊട്ട മുകളിൽ ഗ്രൂപ്പ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൽ കാണുന്ന ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് ഒരു 4 ലെയറും കൂടി വെച്ചെടുക്കുക. വെക്കുമ്പോൾ ആ ഒരു പേജിൻ്റെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ എല്ലതും ക്ലിയർ ആയിട്ട് വെക്കാൻ നോക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പേജിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എടുത്ത എല്ലാ ഫ്രെയിംസും ഒറ്റൊരു ഗ്രൂപ്പാക്കുക. നമ്മളിപ്പം ആദ്യം ചെയ്ത അതേമാതിരി സെലക്ട് മൾട്ടിപ്പിൾ നോക്കിയിട്ട് എല്ലാ ഫ്രെയിംസും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ആ ഒരു ഗ്രൂപ്പാവും. നമ്മളെടുത്ത 4 എണ്ണം വേറെ വേറെ ഗ്രൂപ്പ് ആയിക്കാരം. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഒറ്റ ഗ്രൂപ്പാക്കിയിട്ട് നേരത്തെ പറഞ്ഞത് സൂമിൻ ചെയ്യുക. ഇതിലുള്ള എല്ലാ ഫ്രെയിമിൻ്റെയും കളർ ഒരു ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു വൈറ്റ് കളറാക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈസ് വ്യത്യാസം വരാണ്ടിരിക്കാനും നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇതിൽ അതിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് എല്ലാം വൈറ്റ് പേപ്പറിലാക്കി കൊടുക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കളർ മാറ്റേണ്ട ആവശ്യമില്ല. ആ ഒരു ഗ്രൂപ്പൊന്നും തന്നെ നമുക്ക് ആ ഒരു കളർ മാറ്റി വൈറ്റ് കളർ കൊടുക്കാം. ഇതിങ്ങനെ വൈറ്റ് കളർ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ കൊടുക്കണതാണ് ഇങ്ങനെ വൈറ്റ് കളർ. ദെൻ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെയ്യേണ്ട ഇന്ത്യയിൽ ചെറിയൊരു പാകപ്പേവ് പറ്റിയിരിക്കണ്. ബിക്കോസ് ഞാൻ ആ ഒരു ലെയർ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യാൻ ആ ഒരു ലൈൻ ഇല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കത്രികയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ആ ഒരു കളർ ഒരു ലൈൻസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്നോളും. ആ ഒരു കളർ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെറിയൊരു പണിയാവും. ബിക്കോസ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല, ഫുൾ വൈറ്റ് ആവുന്നുണ്ട്. അപ്പം അതിൽ ഒരു ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് ലേയേഴ്സ് പോയിട്ട് അടിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ വൈറ്റ് കളർ കാണാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട് കളർ മാറ്റിയാൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഫോട്ടോസ് ആഡ് ആക്കണം. ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഫ്രെയിം ക്ലിക്ക് ചെയ്ത് അതിൽ റീപ്ലേസ് ഓപ്ഷനിൽ പോവുക. റീപ്ലേസ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് അതിൽ കൊടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. അതിനേക്കായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഗാലറിയിൽ പോയി കണ്ട് നമുക്ക് വേണ്ട 20 ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഒപ്പര സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓരോരോ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയെടുത്താൽ മതി. അപ്പോൾ അതിൽ സെറ്റായി കിട്ടിക്കോളും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമോജീസ് കൊടുക്കാം, എൻ്റെ റൈറ്റിങ്സോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ കൊടുത്ത ഫോട്ടോസ് നമുക്ക് ക്രോപ്പ് ചെയ്യാനോ റൊട്ടേറ്റ് ചെയ്യാനോ എന്തെങ്കിലും വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ആ ഒരു ഫോട്ടോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൂം ഇൻ ചെയ്യല്ലേ സൂം ഔട്ട് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ആയിക്കൊണ്ടിക്കോളും. അല്ലെങ്കിൽ നമുക്ക് ഏത് ഫ്രെയിമിലുള്ള ഫോട്ടോ ആണ് ഇതാക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് മാറ്റുക, ഫിൽറ്റർ മാറ്റുകയൊക്കെ ചെയ്യാം. അതും ഇതിൽ പറ്റും. പിന്നെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ഈ ജേർണലിങ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോരോ പോളറോയിഡിൻ്റെ അടിയിലും ഡേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ എഴുതേണ്ടത് വെച്ചാൽ ഒന്ന് എഴുതി കൊടുക്കുക.
അങ്ങനെ എഴുതി കൊടുത്താൽ അതിൽ ഫോണ്ട് മാറ്റാം, അതുപോലെ തന്നെ കളർ മാറ്റാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു പോളറോയിഡ് സെറ്റാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പോളറോയിഡ് സെറ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇപ്പം കാണിച്ച ഈ ഒരു പോളറോയിഡ്സ് പറയുന്നത് നോർമൽ സൈസാണ്, 8x7 cm ആണ് വരുന്നത്. പിന്നെ ചില പോളറോയിഡ്സൊക്കെ നമുക്ക് വിർത്തിൽ വരുന്നുണ്ടാവും, ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ കുറച്ച് വീതിയിൽ വരുന്ന അങ്ങനത്തെ പോളറോയിഡ്സ് ഉണ്ടാവും. എങ്ങനെ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് PDF പ്രിൻ്റർ ബെസ്റ്റ് ഫോർ പ്രിൻറ്റിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അടുത്ത ഒരു സ്റ്റെപ്പ് ഞാൻ ഇത് കാണിച്ചു തരാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു A3 ഷീറ്റിൻ്റെ മുകളിൽ കാണുന്ന ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലുണ്ടാവും സെറ്റിങ്സ് പോയിട്ട് ആഡ് ഗൈഡ്സ് എന്നുള്ളതൊന്ന് എടുക്കുക. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഫ്രെയിം നമ്മൾ സെറ്റാക്കിയല്ലോ, അതിന് പകരം നമ്മൾ ലൈൻസ് കൊടുത്തിട്ട് അതിൽ ഫ്രെയിം കൊണ്ടുപോയി എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ഒരു സൈസ് കിട്ടിക്കോളും. ഇതിൽ കോളംസ് എന്നുള്ളിടത്ത് 4ഉം അതുപോലെ തന്നെ റോസ് എന്നുള്ളിടത്ത് 5ഉം കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം അതിൽ ഗ്യാപ്പ് എന്നുള്ളിടത്തൊരു 0.3 അല്ലെങ്കിൽ 0.2 ആ ഒരു ഇത് കൊടുത്തിട്ട് ഡൺ നിൽക്കുക. ജസ്റ്റ് ആ ഒരു ഓരോരോ ഫ്രെയിമിൻ്റെ അടുക്കും ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് എന്നുള്ളിടത്ത് 0.3 കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് 0.1 0.2 ഒക്കെ കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാലറി പോയിട്ട് ഓരോരോ ഫോട്ടോ എടുത്തിട്ട് ഓരോരോ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലും ഒരുപോലെ സെറ്റാക്കി കൊടുത്താൽ മതി. അങ്ങനെ വേണം ചെയ്യുക. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എലമെൻറ്റ്സ് പോയിട്ട് സ്ക്വയർ നടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ഒരു സ്ക്വയർ എടുത്തിട്ട് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പോളറോയിഡ് അഥവാ അങ്ങനെ പറയുമ്പോൾ പോളറോയിഡിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, വൈറ്റ് കളർ. അതുപോലെ തന്നെ സൈഡിലും ഉണ്ടാവും, അടിയിൽ കുറച്ച് വലുപ്പത്തിലുണ്ടാവും. അങ്ങനെയാണ് പോളറോയിഡിൻ്റെ മോഡൽ വരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഇതിൽ സെറ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്ക്വയർ എടുത്തിട്ട് ആ ഒരു സ്ക്വയർ ഇതേമാതിരി ഒന്ന് വലുപ്പത്തിൽ സെറ്റാക്കിയതിന് ശേഷം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗാലറി പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഫോട്ടോ ആണ് ഇതിൽ സെറ്റാക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ചെടുത്താൽ മതി. അങ്ങനെയും ഈ ഒരു ഇത് സെറ്റാക്കി കൊടുക്കാം. ഈ ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ ഒരു പോളറോയിഡിൻ്റെ അതേ സൈസിൽ തന്നെയാണ് വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സ് പോയിട്ട് പോളറോയിഡ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിലൊന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മളവിടെ ഗ്യാപ്പ് കൊടുത്തതിനോണ്ടാണ് അതങ്ങനെ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ ഗ്രൂപ്പ് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പോളറോയിഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ചെയ്യാനുണ്ടാവുമ്പോൾ നമുക്ക് എലമെൻറ്റ്സ് പോയിട്ട് സ്ക്വയർ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലൊരു ഫ്രെയിം കാണാം. ആ ഒരു ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ സൈഡിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഇതുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സൈഡിലും കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക, മുകളിലും കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക, അടിയിലേക്ക് കുറച്ച് തോനെ ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പോളറോയിഡ് അവിടെ സെറ്റാക്കി കിട്ടും. ഇതിപ്പോൾ ഞാൻ നോർമൽ സൈസ് പോളറോയിഡ്സ് ആണ് സെറ്റാക്കിയത്. നമുക്ക് വേണമെങ്കിൽ മിനി പോളറോയിഡ്സും ഇതേ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ 4x5 ആണ് കൊടുത്തത്. അതിന് പകരം അവിടെ ഒരു 6x5 കൊടുത്തിട്ട് സെറ്റാക്കിയാൽ നമുക്ക് 30 പോളറോയിഡ്സ് കിട്ടും. ഏകദേശം ഒരു മിനി പോളറോയിഡ് സൈസാണ് അത് വരുന്നത്. ഇതിന് പകരം ഒരു A4 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3x3 കൊടുത്തിട്ട് 3 നീളങ്ങനെ 3 വീതിയിലും കൊടുത്തിട്ട് ഒരു 9 നമുക്ക് ആ ഒരു A4 സെറ്റാക്കാം. എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് കുറച്ച് തോനുണ്ടാവും. അതുകൊണ്ടാണ് A3 പ്രിൻ്റ് എടുക്കുമ്പോൾ മിക്ക ആളുകളും നമ്മൾ A3 പ്രിൻ്റ് എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലിടുക. പിന്നെ A4 എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിലോ ജസ്റ്റ് മെസ്സേജ് അയച്ചാലും മതി. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.